കേരള നിയമസഭാ പുസ്തകോത്സവത്തിന്റെ രണ്ടാം ദിനം വിപുലമായ പരിപാടികൾ, പുസ്തക ചർച്ചയും സംവാദങ്ങളും നിറഞ്ഞ സദസ്സുകൾ. സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ ഹാളിൽ ചേർന്ന കുട്ടികളുടെ മാതൃകാ നിയമസഭ ഇന്നത്തെ പ്രധാന ആകർഷണമായി. 300 സ്റ്റാളുകളിലായി 180-ലധികം പ്രസാധകർ പങ്കെടുക്കുന്ന നാലാമത് കേരള നിയമസഭാ പുസ്തകോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ നിയമസഭാ അങ്കണം പുസ്തകപ്രേമികളാൽ നിറഞ്ഞു. കുട്ടികളുടെ പങ്കാളിത്തത്തോടെ നടത്തിയ മാതൃകാ നിയമസഭ ഇന്നത്തെ മുഖ്യ ആകർഷണമായി. വെള്ളപ്പൊടിയും മറ്റും കണ്ടെടുത്തപ്പോൾ അവർ നിസ്സാര കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ കേസുകൾ മാത്രം എടുക്കാതെ കൃത്യമായ തുടർ നടപടികൾ കൂടി എടുക്കുന്നുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ തീർത്തും ന്യായമായ ചോദ്യമാണ്. 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ തൊഴിൽ മേഖലയിലേക്കായി അവരുടെ ബിരുദ പഠനം ക്രമീകരിക്കുവാനുള്ള അവസരമുണ്ടോ? വിശദാംശങ്ങൾ ലഭ്യമാക്കാമോ? 4 വർഷ കായികരംഗത്ത് കേരളത്തിന്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ അഞ്ജു ബോബി ജോർജ്, IM വിജയൻ എന്നിവർ പാനൽ ചർച്ചയുടെ ഭാഗമായി. നാലാമത് നിയമസഭാ പുരസ്കാര ജേതാവ് NS മാധവന്റെ ഞാൻ കണ്ടതും ഞാൻ പറഞ്ഞതും എന്ന സെക്ഷൻ രണ്ടാം ദിനം നടന്നു. സണ്ണി M കബിക്കാട്, GR ഇന്ദുഗോപൻ തുടങ്ങി നിരവധി സാഹിത്യ പ്രമുഖരും ഇന്നത്തെ പാനൽ ചർച്ചകളിൽ പങ്കാളികളായി. വടക്കൻ മലബാറിന്റെ തനത് കലാരൂപമായ തെയ്യത്തിന്റെ ആദ്യ അവതരണവും ഇന്ന് നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ അരങ്ങേറും. പൂക്കുട്ടിച്ചാത്തൻതിറ, മുത്തപ്പൻ വെള്ളാട്ടം എന്നിവ ഇന്ന് കാഴ്ചക്കാർക്കായി ഒരുങ്ങും. സ്കൂൾ തരം വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് മത്സരവും മ്യൂസിക് ഇന്ത്യ മെഗാ ഷോയും ഇന്നത്തെ പ്രധാന പരിപാടികളാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.